ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ 7ാമത്തെ എപ്പിസോഡാണിന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ അഖിൽ മാരാർ എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്നുണ്ട്. നോർമലി 3 ജഡ്ജസും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജഡ്ജസാണ്. എന്നാൽ ഇന്ന് മാരാറ് എല്ലാവരോടും പൊട്ടിത്തെറിക്കാനുള്ള കാരണം വേറൊന്നുമല്ല. 2 ടീമുകൾ ഒരേ സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടാസ്ക് ആയിരുന്നു ഇന്ന് നടന്നുകൊണ്ടിരുന്നത്. മാരാരുടെയും റെനീഷയുടെയും ടീമുകളാണ് പരസ്പരം ഏറ്റുമുട്ടിയിരുന്നത്. 2 ടീമുകളും ടാസ്കിൻ്റെ തുടക്കത്തിൽ തന്നെ ഭയങ്കര വയലൻ്റ് ആയിട്ടാണ് ആ ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. ഫിസിക്കലി പല കയ്യാങ്കളികളും നടന്നതുകൊണ്ടാണ് അഖിൽ മാരാർ ടാസ്കിന് ശേഷം 2 ടീമുകളോടുമായി ഇത്രയും വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചത്. ബസർ അടിച്ചതിന് ശേഷവും അഭിറാം കുറേ റൂളുകൾ തെറ്റിക്കുന്നുണ്ടായിരുന്നു. എൽദോ പ്രൊട്ടക്റ്റ് ചെയ്ത കപ്പുകൾ മറിച്ച് കളയാനും ബസർ അടിച്ചതിന് ശേഷം അഭിറാം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ മാരാര് അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റൂള് വയലേറ്റ് ചെയ്തത് കൊണ്ട് അഭിറാമിനെ ഔട്ട് ഹൗസിലേക്ക് വിടുന്നതുമുണ്ട്. ഇതിനിടയിൽ നയന ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും മാരാർ ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്ന് ആദ്യം കേൾക്കാനുള്ള മനസ്സ് കാണിക്കൂ, ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് മാരാര് നയനയോടും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് മാരാര് പറയുന്നുണ്ട്, ഗെയിം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ 2 ടീമുകളും വയലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു വയലൻസ് വേണ്ട ഗെയിം അല്ല. എന്തിനാണ് നിങ്ങൾ ഫിസിക്കലി ഇത്ര അഗ്രസീവ് ആകുന്നത്? ഇതിനു മുമ്പ് 2 ടീമുകൾ ഈ ഗെയിം കളിച്ചല്ലേ, അവരെന്ത് നീറ്റായിട്ടാണ് കളിച്ചത്. നിങ്ങൾ ജയിക്കാൻ വേണ്ടി കളിക്കൂ, എപ്പോഴും എല്ലാം തമാശയാകില്ല എന്നൊക്കെ മാരാർ പറയുന്നുണ്ട്. ഇതേ അഭിപ്രായം തന്നെയാണ് രഞ്ജിനിക്കും റിയാസിനും ഉള്ളത്. എങ്കിലും 2 ടീമുകളുടെയും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എൽദോയുടെ ഗെയിം വളരെ നല്ലതായിരുന്നു, വളരെ നീറ്റായിട്ടാണ് കളിച്ചത്. അതും അഖിൽ മാരാർ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഇങ്ങനെയുള്ള വയലൻ്റായ ടാസ്കിനോടുള്ള അപ്രോച്ച് കാരണം ഈ 2 ടീമുകളിൽ നിന്നുമാണ് കൂടുതലും ആളുകൾ ഇന്നത്തെ ഔട്ട് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. 6 കണ്ടസ്റ്റൻറ്റുകളാണ് ഇന്ന് ഔട്ട് ഹൗസിലുള്ളത്. ഇതിൽ നിന്നും ആരൊക്കെ പുറത്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.